സാധാരണ ഇപ്പോൾ പഞ്ചാബിന്റെ കളി കാണാൻ പഞ്ചാബിന്റെ ഓണർ പ്രീതി സിൻഡ വരാറില്ല. അതുകൊണ്ട് തന്നെ പഞ്ചാബ് എല്ലാ മാച്ചിലും ജയിക്കാറുണ്ട്. ഇന്ന് പ്രീതി സിൻഡ വന്നതും പഞ്ചാബ് തോറ്റിരിക്കുകയാണ്. രാജസ്ഥാനെതിരെയാണ് പഞ്ചാബ് നാണം കെട്ട് തോറ്റിരിക്കുന്നത്. ഇന്ന് കളി തോറ്റ ശേഷം പഞ്ചാബിന്റെ ഓണർ പറഞ്ഞ കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഈ ഒരു രാജസ്ഥാനെ എതിർ ടീമുകൾ പേടിക്കേണ്ടിയിരിക്കുന്നു. ബാറ്റിംഗിലും ബൗളിംഗിലും രാജസ്ഥാൻ ഒരുപോലെ തിളങ്ങിയിരിക്കുകയാണ്. ഇനി രാജസ്ഥാനെ പേടിക്കാൻ ഒന്നും തന്നെയില്ല. ഇന്ന് കളി തോറ്റ ശേഷം പ്രീതി സിൻഡ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: എനിക്ക് ഒരുപാട് വിഷമമുണ്ട്. ഞങ്ങളുടെ താരങ്ങൾ മോശം കളിയാണെന്ന് കാഴ്ചവെച്ചത്. ഇവരിൽ നിന്ന് ഞാൻ ഇത് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. രാജസ്ഥാൻ മികച്ചൊരു ടീമാണ്. അവർക്കെതിരെ ജയിക്കണമെങ്കിൽ നല്ല കളി കാഴ്ചവെക്കണം. പ്രത്യേകിച്ച് രാജസ്ഥാന്റെ ക്യാപ്റ്റൻ സഞ്ജു ആണ്. സഞ്ജു ഇന്ന് ക്യാപ്റ്റൻ ആയതുകൊണ്ട് തന്നെ രാജസ്ഥാൻ ടീമിനെതിരെ ജയിക്കാൻ എളുപ്പമല്ലെന്ന് ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അവർ അത് കാര്യമാക്കിയില്ല. വളരെ ലാഘവത്തോടെയാണ് അവർ ഇന്ന് കളിച്ചത്. അതുതന്നെയാണ് പരാജയ കാരണവും. കുറച്ചും കൂടി ബാറ്റിംഗിൽ ശ്രദ്ധിച്ചുവെങ്കിൽ ഉറപ്പായിട്ടും ഇന്ന് അവർക്ക് ജയിക്കാമായിരുന്നു. ഒരുപാട് തെറ്റുകൾ പഞ്ചാബ് ഇന്ന് വരുത്തിയിട്ടുണ്ട്. അതെല്ലാം കണ്ടെത്തി വരുന്ന മത്സരങ്ങളിൽ പഞ്ചാബ് ടീം മികച്ച കളി ആവർത്തിക്കുമെന്ന് പഞ്ചാബിന്റെ ഓണർ വ്യക്തമാക്കി. പഞ്ചാബിന്റെ ഓണർ പേടിക്കുന്നത് രാജസ്ഥാനെയല്ല, മറിച്ച് സഞ്ജുവിനെയാണ്. സഞ്ജുവിന്റെ ക്യാപ്റ്റൻസി എന്താണെന്ന് പ്രീതി സിൻഡയ്ക്ക് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ടാണ് സഞ്ജു ക്യാപ്റ്റനായപ്പോൾ പ്രീതി സിൻഡ ഒന്ന് പേടിച്ചത്. പഞ്ചാബിന്റെ ഓണർ പേടിച്ചതുപോലെ തന്നെ സംഭവിച്ചു. രാജസ്ഥാൻ ഇന്ന് ജയിച്ചിരിക്കുകയാണ്. അതും മികച്ച വിജയമാണ് രാജസ്ഥാൻ സ്വന്തമാക്കിയത്. 50 റൺസിനാണ് രാജസ്ഥാൻ കളി ജയിച്ചത്. രാജസ്ഥാൻ ബാറ്റിംഗിലും ബൗളിംഗിലും ഒരുപോലെ തിളങ്ങി. ജയ്സ്വാൾ, പരാഗ്, സഞ്ജു 3 പേരും ബാറ്റിംഗിൽ നന്നായിട്ട് കളിച്ചു. അതുതന്നെയാണ് രാജസ്ഥാനെ 205 സ്കോറിൽ എത്തിച്ചത്. ഇതുപോലെ വരും മത്സരങ്ങൾ കളിച്ചാൽ രാജസ്ഥാൻ ഈസി ആയിട്ട് പ്ലേ ഓഫിലെത്തും. രാജസ്ഥാൻ ഇനി അങ്ങോട്ട് വെച്ചടി കയറ്റമായിരിക്കും. കാരണം സഞ്ജു ആണ് ഇപ്പോൾ രാജസ്ഥാന്റെ ക്യാപ്റ്റൻ. അപ്പോൾ ഇന്നത്തെ കളിയെ പറ്റി നിങ്ങൾ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.